കോൺഗ്രസുകാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ബി.ജെ.പിയിലേക്കെന്ന അഭ്യൂഹം തള്ളി ശശി തരൂർ എം പി. പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത് നയതന്ത്ര ദൗത്യത്തെപ്പറ്റി മാത്രമാണെന്ന് തരൂർ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും രാഷ്ട്രീയ ലൈനിൽ മാറ്റമില്ല. നിലമ്പൂരിൽ സുഹൃത്തായ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണം. പാർട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പ്രചാരണത്തിന് പോകുമായിരുന്നു എന്നും തരൂർ പറഞ്ഞു. ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥതയോടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ പ്രചരണം ചെയ്തിട്ടുണ്ട്. ആ ഇലക്ഷന്റെ എന്റെ സുഹൃത്തായ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കട്ടെ, അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും എന്റെ പാർട്ടി പ്രവർത്തകർ ചെയ്ത ശേഷം അവരുടെ പ്രവർത്തനത്തിൽ നല്ല റിസൾട്ട് കാണുന്നു. തിരുവനന്തപുരത്ത് നന്നേ പലവരും പോയി അവിടെ പ്രചരണം ചെയ്തിട്ടുണ്ട്. അവരുടെ ആ പ്രവർത്തനത്തിന്റെ ആ റിസൾട്ട് വരെ. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, വോട്ടെടുപ്പ് തുടങ്ങി മണിക്കൂറുകൾക്ക് ശേഷമെങ്കിലും ശശി തരൂർ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ശശി തരൂർ സൂചിപ്പിക്കുന്നുണ്ട്, അതായത് വിളിച്ചിരുന്നെങ്കിൽ നിലമ്പൂരിലേക്ക് പോകുമായിരുന്നുവെന്ന്. അതായത് അദ്ദേഹത്തെ പാർട്ടി ഇതുവരെയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിനറായ ശശി തരൂരിനെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതല്ലേ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും പാർട്ടി നേതൃത്വം ആരും തരൂരിനെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അക്കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അതൃപ്തി ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തരൂര് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിദേശത്തായിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാനുള്ള സംഘത്തിൽ അംഗമായിരുന്നു തരൂര്. അതിനുശേഷം തരൂര് മടങ്ങിയെത്തി ഏകദേശം ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. അതിനിടയിൽ ഈ വലിയ ക്യാമ്പയിനൊക്കെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് നടന്നപ്പോഴും വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ തരൂരിനെ ഒരു നേതാക്കളും ഇതുവരെയും വിളിച്ചിട്ടില്ല. അതിലുള്ള ഒരു അതൃപ്തി അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്യുന്നു. ഈ നേതാക്കൾ ആരും വിളിച്ചില്ലെങ്കിലും താങ്കൾക്ക് പോകാമല്ലോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, താനൊരു പ്രധാനപ്പെട്ട ഒരാളാണ്, അവിടെ എന്തൊക്കെയാണ് പരിപാടി, ഏതെല്ലാം സ്ഥലങ്ങളിൽ താൻ പോകണം എന്നുള്ള വിവരങ്ങളെങ്കിലും തനിക്ക് തന്നെ അറിയിക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ തന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു, തീർച്ചയായും നിലമ്പൂരിൽ എത്തുമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും പാർട്ടി നേതൃത്വത്തോട് തനിക്ക് ശക്തമായി എതിർപ്പുണ്ട്. അക്കാര്യം താൻ തന്നെ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അറിയിക്കുമെന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന് കുറേ ദിവസങ്ങളായി തന്നെ അത്ര അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുകയാണ്. പ്രധാനമന്ത്രിയായി സംസാരിച്ച കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ പര്യടനത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് മാത്രമാണ് ചെയ്തിട്ടുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലമ്പൂരിൽ ആളുകൾ വോട്ടിടുന്ന അതേ ദിവസം തന്നെ കൃത്യമായൊരു പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം തരൂർ മാധ്യമങ്ങളെ കാണുന്നു. അത്തരത്തിൽ തൻ്റെ അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി നിലമ്പൂരിൽ ചെറിയ രീതിയിലെങ്കിലും പ്രതിഫലിക്കാനുള്ള സാധ്യത നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും.